ഇന്ന് നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഡ്രിങ്ക് തയ്യാറാക്കാം. ഒരു അറബിക് ഡ്രിങ്ക്. ഇതിൻ്റെ പേര് സഹലബ് എന്നാണ്. അറബികൾ വിൻ്റർ സീസണിൽ ചൂടോടുകൂടി കഴിക്കുന്നൊരു ഡ്രിങ്കാണ്. നമുക്കിത് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഈ പാൽ നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാൽ ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഈ കോൺഫ്ലവറിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായി വരുന്ന പാലിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം. ഈ കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് ഇളക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. ഈ ഒരു പാല് നന്നായിട്ട് കുറുകി തിളച്ച് വരുന്നത് വരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്താൽ മതി. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇങ്ങനെ ഇളക്കിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോൺഫ്ലോർ കട്ട കെട്ടിയിട്ട് അടിക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് തിളച്ച് പൊങ്ങി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ പാലിവിടെ നന്നായി തിളച്ച് നല്ല ക്രീമിയായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കുന്നത് റോസ് വാട്ടറാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ റോസ് വാട്ടറാണ് ഒഴിക്കുന്നത്. ഈ റോസ് വാട്ടർ ഒഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് ഉണ്ടാവുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കുന്നത് സിനമൺ പൗഡറാണ്, അതായത് പട്ട പൊടിച്ചത്. ഇനി കുറച്ച് പിസ്ത പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. പിസ്ത ഇല്ലെങ്കിൽ ബദാം വേണമെങ്കിൽ ബദാം ചേർക്കാം. ഇനി ചേർക്കുന്നത് ഡ്രൈഡ് കോക്കനട്ടാണ്. ഇപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട. അതല്ലെങ്കിൽ സാധാരണ കുറച്ച് തേങ്ങ ചേർത്താലും മതി. അപ്പോൾ അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് കുടിക്കുന്ന സമയത്ത് ഈ ഒരു പിസ്തയും തേങ്ങയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ നല്ല ക്രീമിയാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു പുഡിങ് പോലെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വ്യത്യസ്തമായ ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.